ഒരു വൈകുന്നേരം കണ്ടാലോ? ഇപ്പം ഇവിടെ ആരുമില്ല. അമ്മ കുടുംബശ്രീക്ക് പോയി, അച്ഛനൊരു എങ്ങോട്ടൊക്കെ പോയി. ഓൻ കളിക്കാൻ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന്. കുളിക്കണം. അതിന് മുന്നേ ഇന്നിവിടെ ബിരിയാണി വെച്ച്, പക്ഷെ ഏകദേശം തിന്ന് തീർന്നിട്ടുണ്ട്. ഇനിയൊന്ന് ചോറ് വെക്കണം തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയാലോ? ഇപ്പം സമയം 3:40. ജസ്റ്റ് കണ്ണെല്ലാം എഴുതി പൊട്ടൊക്കെ തൊട്ട് അതിന് മുന്നേ കുളിക്കണോ? കുളിച്ചിട്ടൊരുങ്ങണോ അല്ലെങ്കിൽ കുളിക്കാണ്ടൊരുങ്ങണോ? കൺഫ്യൂഷനായല്ലോ. കുളിക്കാം. കുളിച്ചിട്ട് വരാം. എന്നെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല കാണുന്നുണ്ടോ ഇല്ലയോന്ന്. ഞാൻ ഫോൺ തിരിച്ചു വെച്ചിട്ടുള്ളത്, അല്ലാണ്ട് ക്ലിയർ ഉണ്ടാവില്ല. ജസ്റ്റ് പോയിട്ടൊരു കണ്ണാടി എടുത്തിട്ട് വരാം. ഓക്കെ. കുട്ടിക്കുറ പൗഡർ ഇട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച്. കണ്ണയിടാം. ഓൾവേസ് ഡാസ്ലർ. എല്ലാവർക്കും ഡാസ്ലറിൽ ഇഷ്ടപ്പം. താഴെ മാത്രം ജസ്റ്റ് ഫോൺ നോക്കി എഴുതാൻ പറ്റൂല, അതുകൊണ്ട് കണ്ണാടിലൊക്കെ എഴുതാം. ഫോണിന്റെ ലൈറ്റ് അടിച്ചിട്ട് കണ്ണ് കാണുന്നില്ല. എന്തിനാന്നോ നമ്മളെല്ലാം ഐലൈനർ ഇടുമ്പോ വായി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലെ ശരിക്കും പറഞ്ഞാ കാണുന്നില്ല. ഞാൻ ശരിക്കും എന്നാ വെളിച്ചടിച്ചിട്ട് മനസ്സിലാവുന്നില്ല കണ്ണ് എങ്ങനെ എഴുതുന്നേ. എന്റെ കൊളായി തോന്നുന്നു. കൊളായ എന്നെ കാണുന്നുണ്ട്, എനക്ക് തിരിയുന്നില്ല. തിരിച്ചു വെച്ചോണ്ട് കൊറേ നേരമായി ഞാൻ നോക്കുന്നു. എന്തേലാവട്ടെ, കണ്ണിലായി തോന്നുന്നു. പൊട്ടു തൊടാം. കണ്ണിലായി. കണ്ണിലുള്ളത് എടുക്കണമെങ്കിൽ കണ്ണ് കാണണ്ടേ? തീർന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കണോ എന്ന് എനിക്ക് തിരിയുന്നില്ല. എന്നെ കാണുന്നുണ്ടോന്ന് എനിക്ക് തിരിയുന്നില്ല. പൊട്ട് കഴിഞ്ഞു. ആരെങ്കിലും ഈലക്കൂടി മുറ്റത്ത് കൂടി പോകുന്നുണ്ട് എനിക്ക് പ്രാന്താന്ന് വിചാരിക്കുന്നുണ്ടോ?
പണ്ടാരം പക്ഷെ കൂടിപ്പോയി എന്തോ. മരം മുറിക്കുന്ന ഒച്ച എവിടുന്നോ കേൾക്കുന്നുണ്ട്. ചന്ദനം തൊടാം. ചന്ദനം തൊട്ട് മുടിയും കെട്ടിട്ട് വരാം. ഓക്കേ. ഞാൻ വീഡിയോ എല്ലാം പറഞ്ഞ് ബായി എല്ലാം പറഞ്ഞ് വെച്ചതാ. എൻ്റെ വായിന്റെ ഇങ്ങോട്ടേക്കാളോ മേലോട്ടേക്കൊന്നുമില്ല അതിനകത്ത്. എന്ത് ചെയ്യാനാ? ഒന്നാമത് ഞാൻ ക്ലിയർ വേണ്ടിയിട്ടല്ലേ കുറച്ച് കാണേണ്ടിയിട്ട് ഫോണ് ബാക്ക് സൈഡ് വെച്ചിട്ട് ഫ്ലാഷ് അടിച്ചിട്ടുള്ളത്. ഇതും എൻ്റെ ഏത് ഭാഗ ഏത് അവയവ അതിനകത്ത് വരുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചന്ദനക്കുരി തൊട്ട് സിന്ദൂരെല്ലാം തൊട്ട് നല്ലയില്ലേ, ഇങ്ങനെ ഒരുങ്ങിയെല്ലാം കുത്തിരിക്കുന്ന നാള് നാളെ മറ്റന്നാള് ബി എഡിന്റെ മെയിൻ എക്സാം വരുന്നുണ്ട്, PSCന്റെ എക്സാം ഉണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരുങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് പോയി പഠിച്ചൂടെ. ആഗ്രഹമുണ്ട്, പഠിക്കണം, പഠിക്കും. പിന്നെ വെച്ചാൽ എൻ്റെ വീഡിയോ ഷോർട്സ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എല്ലായിരിക്കും. നിങ്ങൾ പറ എങ്ങനത്തെ വീഡിയോ വേണ്ടത്, എന്തെല്ലാം എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അതുപോലെല്ലാം ചെയ്യാം. ഷോർട്സും ലോങ് വീഡിയോ എല്ലാം. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഈ വീഡിയോ ഇനിയിപ്പോൾ അതിനകത്തേക്ക് എങ്ങനെ വരാം. നേരത്തെ ഒന്നുമില്ല, ഈ വായിൻ്റെ ഈ ഭാഗം മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ടേക്കാണ് ഇതിൻ്റെ താഴോട്ടേക്കാണ് എങ്ങനെയാണ് ഈ വീഡിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അഥവാ താഴോട്ടേക്കാണ് ഞാൻ ഇടലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാണുന്ന എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.